പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുമ്പോൾ ഒരു നിർണായക തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേൽ അമേരിക്കൻ അംബാസിഡർമാരെ പുറത്താക്കുന്ന അറബ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ യാത്രാ സൗകര്യം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഈ തീരുമാനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ അവകാശമുണ്ടാകുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന 21 മൈൽ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്ക് നിലവിൽ യുദ്ധത്തെ തുടർന്ന് അതീവ അപകട സാധ്യതയുള്ള മേഖലയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നേരിട്ട് യുദ്ധം തുടങ്ങിയതോടെ ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിക്കുകയും എണ്ണ ഉൽപാദനം കുറയുകയും ചെയ്തിരുന്നു. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണവുമായി. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രം സുരക്ഷ ഉറപ്പാക്കുമെന്ന ഇറാന്റെ പുതിയ നിലപാട് ഗൾഫ് രാജ്യങ്ങളെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളുടെ എണ്ണക്കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും പേർഷ്യൻ ഗൾഫിൽ സുരക്ഷാ നികുതി ഏർപ്പെടുത്താൻ ഇറാൻ നീക്കം തുടങ്ങിയിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്ക് തുറന്നതാണെന്ന് അവകാശപ്പെടുമ്പോഴും അത് പ്രായോഗികമായി തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇറാൻ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആഗോള എണ്ണവിലയുടെ നിയന്ത്രണം ഇപ്പോൾ തങ്ങളുടെ കൈപ്പിടിയിലാണെന്നും ട്രംപ് പരാജയം സമ്മതിക്കുന്നതുവരെ ഈ സാമ്പത്തിക പോരാട്ടം തുടരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം തടയാൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുവരെ നേരിട്ടതിനേക്കാൾ 20 മടങ്ങ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പും നൽകി. നിലവിൽ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണ, ഗ്യാസ് വിതരണം തടസ്സപ്പെടുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്തിട്ടുണ്ട്. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എണ്ണവില എത്തിയത്. ഇറാനെതിരെയുള്ള സൈനിക നടപടിക്കായി ഓരോ ദിവസവും US ചെലവാക്കുന്നത് ഏകദേശം $891 മില്യൺ, അതായത് ഏകദേശം 8200 കോടി രൂപയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യത്തെ ആഴ്ചയിലെ മാത്രം കണക്ക് ഇതിനോടകം $6 ബില്യൺ ഇത് $10 ബില്യൺ വർദ്ധിക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. പെന്റഗൺ US കോൺഗ്രസിന്റെ അറിയിപ്പനുസരിച്ച് യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയ്ക്ക് ഏകദേശം $6 ബില്യൺ ചെലവായത്. ന്യൂയോർക്ക് ടൈംസ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവരങ്ങൾ. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ വിശകലനം അനുസരിച്ച് ഓരോ ദിവസത്തെയും ചെലവ് $891.4 മില്യൺ. ആക്രമിക്കപ്പെട്ട ലക്ഷ്യങ്ങളെയും വിന്യസിച്ച ആസ്തികളെയും കുറിച്ചുള്ള പെന്റഗന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്ക് പുറത്തു വന്നത്. അതേസമയം ഇറാൻ വിഷയത്തിൽ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നതും പ്രശ്നങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. യുദ്ധം ഏകദേശം പൂർത്തിയായെന്ന് ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞ ട്രംപ് റിപ്പബ്ലിക് പാർട്ടി യോഗത്തിൽ ഈ പരാമർശം ആവർത്തിച്ചില്ല എന്നതാണ് പ്രധാനം. പകരം യുദ്ധം തുടരുമെന്നാണ് ട്രംപ് അവിടെ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.